സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷ അനേക കുടുംബങ്ങളിൽ നിന്ന് കണ്ണുനീരൊപ്പിയെടുക്കാൻ അവരുടെ ഹൃദയവേദനകളിലും വേദനകളിലും അത്ഭുതകരമായി ഇടപെട്ട് അവരുടെ ദുഃഖ സന്തോഷമാക്കി മാറ്റാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഈ ഒരു ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇപ്പോൾ പല ശുശ്രൂഷകൾ നടക്കാൻ പോവുകയാണ്. വെഞ്ചിരിപ്പ് പ്രാർത്ഥന, ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനകൾ, തടസ്സങ്ങൾ മാറ്റിയുള്ള പ്രാർത്ഥന. അപ്പോൾ ഈ ശുശ്രൂഷയൊക്കെ നടക്കുമ്പം ഇവർക്ക് വേണ്ടി മാത്രമല്ല, അനേക തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. രോഗികൾ, ബുദ്ധിമുട്ടുള്ളവരൊക്കെ. പക്ഷെ പ്രത്യേകമായി നമ്മൾ മക്കളില്ലാത്ത ദുഃഖത്തോട് ബന്ധപ്പെട്ട നിയോഗങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രത്യേകമായി ഇന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തിലുള്ള എന്താ പറയേണ്ടത്, ആഴത്തിലുള്ള വിശ്വാസം. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അവിടെ കർത്താവ് പ്രകടമായ വിധം ഇടപെടും, ശക്തമായ ദൈവം ഇടപെടും. മനുഷ്യർക്ക് അസാധ്യമെന്ന് മനുഷ്യർ പലതും വിധി എഴുതിയാൽ നമ്മൾ സെക്യൂർ ധ്യാനകേന്ദ്രം തുടങ്ങിയ കാലം തൊട്ട് കർത്താവ് നൽകിയിരിക്കുന്ന ചില അടിസ്ഥാന വചനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു വചനമാണ് ജെറമ്യായുടെ പുസ്തകം 32-ാം അധ്യായം 26-27 വാക്യങ്ങൾ. പലരും അസാധ്യമെന്നൊക്കെ പറയും, പക്ഷേ കർത്താവ് പറയാണ്, കർത്താവ് ജെറമ്യായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ പലതരത്തിലുള്ള തിരിച്ചടികളോ അല്ലെങ്കിൽ നമ്മൾ ചികിത്സിച്ചു സൗഖ്യം കിട്ടിയില്ല, പ്രാർത്ഥിച്ചു കിട്ടിയില്ല, പക്ഷെ നമ്മൾ മനസ്സിൽ നിന്ന് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. എന്നുറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവിനൊരു സെക്കൻഡ് മതി നമ്മുടെ സർവ്വ അവസ്ഥയെ മാറ്റാൻ വേണ്ടിയിട്ട്. അതിന് മാത്രം ശക്തി കർത്താവിനുണ്ട്. ഒരൊറ്റ സെക്കൻഡ് മതി. ഞാൻ ഓർക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷത്തിലധികമായി, 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ഒരു കുടുംബം ഒരു കൺവെൻഷൻ, പുൽപ്പള്ളി കൺവെൻഷനാണെന്ന് പറഞ്ഞിട്ട് കൺവെൻഷൻ ഇതുപോലെ കൂടി. കൺവെൻഷൻ കൂടുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ഒരുപാട് ചികിത്സകൾ കഴിഞ്ഞു, ഒരുപാട് പ്രാർത്ഥനകൾ കഴിഞ്ഞു, ഒരുപാട് നേർച്ച കാഴ്ചകൾ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് മടുത്തിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 20-23 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ ഇങ്ങനെ കൺവെൻഷൻ കൂടുന്ന സമയത്ത് കർത്താവ് പറഞ്ഞതാ, ഇപ്പോൾ അനേക വർഷമായി മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ കൊടുക്കുന്നു. അവരത് വിശ്വസിച്ചു, വിശ്വസിച്ചു. അവർക്കുണ്ടായ അനുഭവം അവർ പങ്കുവെക്കുന്ന നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സജി. ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി കബനഗിരി ഇടവ അംഗമാണ്. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്നാണ് സഹോദരൻ, പുൽപ്പള്ളി പ്രദേശത്ത് നിന്ന്, ആ ഏരിയ വയനാടെന്ന് വിചാരിച്ചാൽ മതി, അവിടെ നിന്നാണ് സഹോദരനും കുടുംബവും വരുന്നത്. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് മക്കളുണ്ടായിരുന്നില്ല. ഏതാണ്ട് എത്ര വർഷമായിട്ട് മക്കളില്ലായിരുന്നു? 23 വർഷമായിട്ട് മക്കളില്ല. ഇവര് വിവാഹിതരായി ദമ്പതികളായിട്ട് 23 വർഷമായി ഇവർക്ക് മക്കളെ ലഭിച്ചിരുന്നില്ല, കുട്ടികളുണ്ടാകുന്നില്ല. ഒരുപാട് പ്രാർത്ഥനകളും ധ്യാനങ്ങളും ട്രീറ്റ്മെന്റും എല്ലാം എടുത്ത് ചികിത്സകൾ നടത്തിയായിരുന്നോ? കുറേ ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്തു. ഒരുപാട് ട്രീറ്റ്മെന്റുകൾ, ഒരുപാട് പ്രാർത്ഥനകൾ, ഒരുപാട് തീർത്ഥാടനങ്ങൾ, പലതും. ഇത് അവർക്ക് അറിയാവുന്ന എല്ലാ വഴികളും അവലംബിച്ച് 2011 പുൽപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട വട്ടായിലച്ഛൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. 2011 അതെ. ഞാൻ ഓർക്കുന്നുണ്ട്, നല്ല ഗംഭീരമായ ഒരു പുൽപ്പള്ളി കൺവെൻഷൻ 2011. അന്ന് ആരാധനയുടെ സമയത്ത് വട്ടായിലച്ഛൻ പറഞ്ഞു, മക്കളില്ലാത്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അതിൽ ഞങ്ങളെ സ്പർശിക്കുന്ന പോലെ തോന്നിയതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ നേരെ നോക്കി പറഞ്ഞതുപോലെ തോന്നി എനിക്ക്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പുൽപ്പള്ളി കൺവെൻഷൻ പറഞ്ഞ് മക്കളില്ലാത്ത ദമ്പതികൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ട് കർത്താവിൻ്റെ സന്നിധി നിലവിളിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് കർത്താവിൻ്റെ കൃപ, കർത്താവിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മക്കളുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അതിനുശേഷം എല്ലാ ഞായറാഴ്ചകളിലും വട്ടായിലച്ഛൻ്റെ അഭിഷേകാഗ്നി കുടുംബസമേതം കാണും. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം 23ാമത്തെ വർഷത്തിൽ ഞങ്ങൾക്ക് ഒരു മോളിനെ തമ്പുരാൻ കർത്താവ് ഒരു അനുഗ്രഹം കൊടുത്ത്. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് കുഞ്ഞിനെയാണ് അനുഗ്രഹിച്ചത്, ഒരു മോളെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു.
ഈ അട്ടപ്പാടി മാലയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇച്ചിരി പ്രായമാകണം. അതുകൊണ്ട് 1-2 വയസ്സൊക്കെ ആയി. ഇച്ചിരി പ്രായമായിട്ട് 1-2 വയസ്സല്ല, നല്ല ഒന്ന് മുതിർന്നതിന് ശേഷമാണ് കുട്ടീനെ അട്ടപ്പാടിയിൽ കൊണ്ടുവന്ന് 2019 കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഇവൾ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് സംസാരിക്കുമായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് എന്തോ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ വിക്ക് പോലെ തോന്നി അവർക്ക്. അപ്പം ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഞാൻ തന്നെ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. ഞാനിവിടെ നിന്നിട്ട് എൻ്റെ മകൾക്ക് ഇത്രയും വർഷം കാത്തിരുന്നിട്ട് അവൾക്കൊരു വിക്കുള്ള കുട്ടിയെ നമുക്ക് തരലേക്ക് കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഏറ്റവും മുന്നിലാണ് ഞാൻ വന്നിരുന്നത്. ഈ ധ്യാനം ശരിക്കും മുന്നിൽ വന്നിരുന്ന് കരഞ്ഞ് ഏറ്റവും മുന്നിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധന സമയത്ത് അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു, ഒരു വിക്കുള്ള മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈശോയെ, പ്രിയമുള്ളവർ, അനുസരിച്ച് ഇവിടെ ഇതുവരെ വിക്ക് സംസാരിച്ചിട്ടില്ല. പിന്നെ ഇതുവരെ വിക്കില്ല. ഇല്ല, അന്ന് ഈശോ സുഖപ്പെടുത്തി. പിന്നെ ഇതുവരെ 6 മാസമായി ഇതുവരെ വിക്കില്ല. സ്ഫുടമായിട്ട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം പാടും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം പാടും നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങുന്ന തിരുമുഖം, വല്ലഭക്തമുള്ള നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങുന്ന തിരുമുഖം, വല്ലഭക്തമുള്ള നാമം. ഉയർത്തി കൈയടിച്ച് യേശുനാമം അതിശയനാമം, ഏഴയനിനാമം. യേശുനാമം അതിശയനാമം, ഏഴയനിനാമം, ഏഴയനിനാമം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിൽ നമ്മൾ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ച 1-2 കാര്യങ്ങൾ. അവർ അഭിഷേകാഗ്നി വീട്ടിലിരുന്ന് ഞായറാഴ്ച തോറും ടെലിവിഷനിൽ വരുന്ന അഭിഷേകാഗ്നി കണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അവരെക്കുറിച്ചുള്ള പ്രവചനം യാഥാർത്ഥ്യമാക്കി. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് യൂട്യൂബിൽ ഈ ശുശ്രൂഷ കൂടുമ്പം ആ ശുശ്രൂഷ വീട്ടിലിരുന്ന് വിശ്വാസത്തോടെ കൂടുന്നതിന് അതിൻ്റേതായ അത്ഭുതകരമായൊരു ഇഫക്റ്റുണ്ട്. അവൾ കർത്താവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? എത്രയോ ട്രീറ്റ്മെൻറ്റ്, എത്രയോ ചികിത്സ, എത്രയോ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെയാണ് കൺവെൻഷന് വന്ന് കർത്താവരെ ആ കൺവെൻഷനിൽ വെച്ചിട്ട് സ്പർശിച്ചത്. എന്നിട്ട് പിറ്റേ മാസം മക്കളുണ്ടായില്ല. പിന്നെ നിരന്തരം അവർ യൂട്യൂബിൽ ഇങ്ങനെ വചനം കേട്ട് വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവ് അവരെ അനുഗ്രഹിച്ചു. കർത്താവ് വചനം അയച്ച് വിനാശത്തിൽ നിന്ന് വിടുവിക്കും. 107 സങ്കീർത്തനത്തിലെ 20-ാമത്തെ വാക്യം, സങ്കീർത്തനം 107:20. കർത്താവ് വചനം അയച്ച് വിനാശത്തിൽ നിന്ന് വിടുവിക്കും, സൗഖ്യങ്ങൾ നൽകും. വന്ധ്യമായ ഉദരങ്ങൾക്ക് ഗർഭധാരണ ശക്തി കർത്താവിന് നൽകാൻ കഴിയും. വന്ധ്യമായ ഉദരങ്ങളെ കർത്താവ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഗർഭധാരണ ശക്തിയുള്ള ഉദരമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബത്തിൽ സംഭവിച്ച അതാണ്. അവർ കർത്താവിൻ്റെ ആ വചനം സ്വീകരിച്ചു. അവർ അഭിഷേകത്തിന് വീട്ടിലിരുന്ന് കണ്ട് അവർ പ്രാർത്ഥിച്ചു. അവർ രണ്ടാമത് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അവർ വചനം കേൾക്കാൻ വേണ്ടി അട്ടപ്പാടിക്ക് വന്നു. പിന്നെ അവർ തുടർച്ച അവർ ആ കാര്യം പറഞ്ഞു, ഇവന് കർത്താവ് വേണ്ട, പ്രാർത്ഥനയും വേണ്ടെന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്തത്. പിന്നെ അവരെന്ത് ചെയ്തു? അവർ പിന്നെ ദൈവഭക്തിയിൽ കൂടുതൽ വളരാൻ തുടങ്ങി, കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. എന്നിട്ട് അപ്പോൾ അവർക്ക് വേറൊരു പ്രതിസന്ധി വന്നു. എന്താ? കുട്ടിക്ക് വിക്ക്, സംസാരിക്കാൻ പറ്റുന്നില്ല. അവർ തളർന്നില്ല. അവർ പറഞ്ഞ് ജീവിക്കുന്ന ദൈവമുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. അവരെന്ത് ചെയ്തു? അവർ നേരെ അട്ടപ്പാടിക്ക് വന്നു. ഒരാദ്യ വെള്ളിയാഴ്ച അല്ല, അദ്ദേഹം പിന്നെ എല്ലാ ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടി വരാൻ തുടങ്ങിയെന്ന് അദ്ദേഹം എവിടെയെങ്കിലും മുക്കിലും മൂലയിൽ നിൽക്കുകയല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞ് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ശുശ്രൂഷയ്ക്ക് ഏറ്റവും നല്ല ആവേശത്തോടെ എന്ത് ചെയ്തു? കൺവെൻഷൻ്റെ ഏറ്റവും മുൻവശത്ത് വന്നിരിക്കാൻ തുടങ്ങി. വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, അവിടെ കുട്ടികൾ ഇരിക്കേണ്ട സ്ഥലമല്ലേ, അവിടെ വല്ല കുട്ടികളൊക്കെ ഇരിക്കട്ടെ. ഞാൻ ചില മുതിർന്ന ആളാണ്, ഞാൻ ഇത്ര സീനിയറാണ്, കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷം കഴിഞ്ഞ ആളാണ്, അല്ലേ? 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 10ാം ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ പുറകിലേക്ക് പോകണ്ടേ? അങ്ങനെയല്ല വിചാരം. അങ്ങനെയല്ല.
10ാം ക്ലാസ് കഴിയുന്നവർ ഏറ്റവും മുമ്പിലേക്ക് വരിക എന്നുള്ളതാണ്. കൂടുതൽ കൂടുതൽ കൃപ പ്രാപിക്കുന്നവർ കൂടുതൽ കൂടുതൽ മുന്നിലേക്ക്, അങ്ങനെയാണ് കൂടുതൽ കൂടുതൽ ഉത്സാഹത്തോടെ, കൂടുതൽ കൂടുതൽ ഉന്മേഷത്തോടെ, കൂടുതൽ കൂടുതൽ സന്തോഷത്തോടെ. അതാണ് കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയണം, ഈ ശുശ്രൂഷ കൂടുമ്പോൾ എവിടെയെങ്കിലും അങ്ങനെയെങ്കിലും ഇരുന്ന് കൂടിയാൽ പോരാ, കൂടുതൽ അടുത്ത് വരിക, കൂടുതൽ ഉന്മേഷത്തോടെ പങ്കുചേരുക, നല്ല പ്രാർത്ഥനയിൽ, നല്ല ഉണർവിൽ, നല്ല സ്നേഹത്തിൽ പങ്കുചേരാൻ വേണ്ടി പ്രത്യാശാഭരിതമായ ഹൃദയത്തോടെ ഉത്സാഹഭരിതരായി എല്ലാവരും ഒന്നിച്ചു കൂടണം. എന്നാൽ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മടുത്തും ചടച്ചും ക്ഷീണിച്ചൊന്നും ഇരിക്കരുത്. കാരണം ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട്, അത്ഭുതകരമായ ശക്തിയുണ്ട്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വന്ധ്യമായ ഉദരങ്ങൾക്ക് ഗർഭധാരണ ശക്തി ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും നിനക്ക് ഇനി മക്കളുണ്ടാകുകയില്ല, നിനക്ക് 2 പേർക്ക് മക്കളുണ്ടാവില്ല. കാരണം ഭർത്താവിനും ഭാര്യയ്ക്കും കാര്യമായ ഗുരുതരമായ പ്രശ്നമുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ തീർത്തും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന കാര്യമാണെങ്കിലും അതിൻ്റെ മുകളിൽ കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഈ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ഒരു കുടുംബം വന്ന് ടെസ്റ്റ് മണി നൽകിയത് ഓർമ്മിക്കുകയാണ്. ആ കുടുംബം പറയുകയാണ്, ഡോക്ടർമാർ തീർത്തും പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഇൻഫെർട്ടൈൽ അല്ലേ, ഇൻഫെർട്ടിലിറ്റിയോ എന്താ ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെയാണെങ്കിൽ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടിയിലേക്ക് വന്നു. ആ അനുഭവം നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. എൻ്റെ പേര് പ്രിൻസ്, എൻ്റെ ഭാര്യ ജിൻസി, സാറ റൂബൻ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഞങ്ങൾ ഇൻഫെർട്ടൈൽ ആണ്, ഞങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. വിവാഹിതരായപ്പോൾ തന്നെ കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ഒരു 3-4 മാസം, കുറച്ച് 6 മാസത്തിനുള്ളിൽ പറഞ്ഞു ഡോക്ടറെ കാണിച്ച് പറഞ്ഞു നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിധി. അതുപോലെ IVF സക്സസ് ആവില്ല. അപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ 2016 ഞങ്ങളിവിടെ വന്ന് ധ്യാനം കൂടി. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചിരുന്നു കർത്താവിന് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് തരട്ടെ, ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തി. അതായത് ഇവരോട് ഡോക്ടർമാർ പറഞ്ഞ IVF പോലും നിങ്ങൾക്ക് സക്സസ് ആവില്ല, അതുകൊണ്ട് ഒരു ഹോപ്പും ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവർ 2-3 വർഷം എങ്ങനെയൊക്കെ നോക്കി എന്നിട്ട് ഒന്നും നടക്കാതെ വന്നപ്പോൾ അവർ കർത്താവിനോട് പറഞ്ഞു ദൈവമേ 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 എന്ന് പറഞ്ഞ് അവർ അട്ടപ്പാടിയിൽ ഈ പാവങ്ങളുടെ കണ്ണുനീരീശ ഒപ്പിയെടുക്കുന്ന ഈ സഖ്യം ധ്യാന കേന്ദ്രത്തിൽ വന്നു. അല്ല ഇവിടെയല്ല വന്നത്, ഇവിടെ വന്നു. 2017 ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായി. 3 വർഷം 2016 ഇവിടെ വന്നു അല്ലേ? 2016 താമസിച്ചുള്ള ധ്യാനം കൂടി താമസിച്ചുള്ള ധ്യാനം ഒക്ടോബറിൽ ഉണ്ടായി. 2017 ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി. 2016 ഇവരിവിടെ താമസിച്ചുള്ള ധ്യാനം കൂടി. പിറ്റേ വർഷം എന്ന് പറഞ്ഞാൽ ആ വർഷം തന്നെ ഗർഭിണിയായി. പിറ്റേ വർഷം കുഞ്ഞ് ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. ഹല്ലേലൂയ. 3 വർഷം കഴിഞ്ഞപ്പോൾ വേറെ കുഞ്ഞുണ്ടായി. അടുത്ത് കഴിഞ്ഞ് വീണ്ടും 2-3 വർഷം വീണ്ടും ഒരു കുട്ടീനെ കൊടുത്ത്. ഇതെല്ലാം നാച്ചുറലായിട്ട് അല്ലേ? നാച്ചുറലായിട്ട് ദൈവത്തിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞൊരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നീട് ഇപ്പം പ്രഗ്നന്റ് ആണ്. വീണ്ടും അടുത്ത കുഞ്ഞ്. അപ്പം നിങ്ങൾ ഈ പ്രസവം നിർത്തേണ്ട പ്രശ്നമില്ല, പ്രസവം നിർത്തണ്ട. ദൈവം തരുന്നിടത്തോളം മക്കളെ സ്വീകരിക്കുക. ഞാനൊരു എക്സർവീസ്മാൻ ആണ്. ആക്ച്വലി ഞാൻ BRS എടുത്തതിന് ശേഷം ഒരു ജോലി, വീടിൻ്റെ അടുത്തൊരു 5 day വീക്കൊക്കെ ഉള്ള ഒരു ജോലിക്ക് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ആദ്യ വെള്ളിയാഴ്ചകൾ വരാറുണ്ട്. അപ്പോൾ ഈ ദൈവപൈതൽ എന്ത് ചെയ്യുന്നറിയാവോ? ഇവർ 2 പേരും ചെയ്ത കാര്യം കർത്താവിനെ ഒരുപാട് കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു ധ്യാനം കൊണ്ട് നിർത്തിയില്ല. അതുകൊണ്ട് എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും വന്ന് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് തീഷ്ണത എന്ന് പറയുന്നത്. തീഷ്ണത. അങ്ങനെ കൂടുതൽ അപ്പോൾ വീണ്ടും വീണ്ടും ദൈവം മക്കളെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് വീടിൻ്റെ അടുത്തൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടി. മാത്രമല്ല കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. ഓരോ കുഞ്ഞ് വരുമ്പോഴും ഓരോ ബ്ലെസ്സിങ്ങുമായിട്ട് വരണത്. ഇതാ 3ാമത്തെ കുഞ്ഞ് വന്നപ്പോൾ, 2ാമത്തെ കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലിയും കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. വീടിൻ്റെ അടുത്താണ്, ട്രാൻസ്ഫർ ഒന്നും ഇല്ലാത്തൊരു ജോലിയാണ്. വീടിൻ്റെ അടുത്താണ്, അധികം യാത്ര ചെയ്യേണ്ട, കുഞ്ഞുങ്ങളെ നോക്കാം, സന്ധ്യാപ്രാർത്ഥന ചെയ്യാം, അതിന് പറ്റിയ ജോലി കൊടുത്തു. അച്ഛാ, കേരളത്തിൽ ഒരു 8-10 ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവരെല്ലാവരും പറഞ്ഞ ഒറ്റ അഭിപ്രായമാണ്. 8-10 ഗൈനക്കോളജിസ്റ്റിനെ സ്പെഷ്യലിസ്റ്റായിട്ട് പോയി കണ്ടു. അവരെല്ലാവരും പറഞ്ഞ ഒറ്റ അഭിപ്രായമാണ്, നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല. ആണോ? അതാണോ സത്യമാണത്? അപ്പോൾ ഞങ്ങൾ വേണ്ട, ഇനി വെറുതെ കാശ് കളയണ്ട, 2.5 വർഷം കഴിയുമ്പോൾ വെയിറ്റിംഗ് പീരീഡൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കൊച്ചിനെ അഡാപ്റ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു. ഇനി നിങ്ങൾ മക്കളെ ദത്തെടുത്താൽ മതി, കൊച്ചിനെ ഒന്ന് അഡോപ്റ്റ് ചെയ്താൽ മതി അല്ലേ? പിന്നെ അല്ലാതെ സ്വന്തമായിട്ട് കുട്ടികളുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കേണ്ട. 10 ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ 10 പേരും ഒരേ അഭിപ്രായം. 10 ആശുപത്രി പോയി, 10 ആശുപത്രിയിൽ നിന്നും ഒരേ അഭിപ്രായം.
അങ്ങനത്തെ ഒരു സ്ഥലത്താണ് മക്കളെ നിങ്ങൾ പിരിഞ്ഞ് ഉറങ്ങണത്. എൻ്റെ ദൈവമേ, എൻ്റെ പിതാവേ, അപ്പ പവർ സമൃദ്ധമായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം, നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞ മാറുകില്ല, നിശ്ചയം നിശ്ചയം അത് നിശ്ചയം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചാടി എഴുന്നേറ്റ് ഈ സമയം നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്യാഗം ഇതിൻ്റെ കൂടെ ദൈവം അനുഭവിച്ചു. നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ത്യാഗമുണ്ട്, ക്ലേശമുണ്ട്, ശരീരത്തിന് കാൽമുട്ടിനൊക്കെ വേദനയുണ്ട്, നടുവിന് വേദനയുണ്ട്. അതെല്ലാം ഇന്ന് ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി കാഴ്ചവെക്കുക. പ്രത്യേകിച്ച് ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം വേണ്ടി കാഴ്ചവെക്കുക. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾക്ക് കുട്ടികളുണ്ടാകുന്നതിനെ കുറിച്ചുള്ള ദുഃഖമുള്ള ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ നിങ്ങൾ മക്കളുടെ സങ്കടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ദൈവം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും. അച്ഛൻ ചിക്കാഗോ ഇടവക പള്ളിയിലെ കൺവെൻഷന് ഈ വർഷം അവിടെ ജൂൺ മാസത്തിൽ ചെന്നപ്പോൾ ഒരമ്മച്ചി അവിടെ ഒരു സാക്ഷ്യം പറഞ്ഞു. അമ്മച്ചി ഇവിടെ നിന്ന്, അമ്മച്ചിക്ക് 2 മക്കളുണ്ട്, ഒരാൾ സൗദിയിലും ഒരാൾ ചിക്കാഗോയിലും. മൂത്ത മകൾ ചിക്കാഗോയിലാണ്, മറ്റേ എൻ്റെ അനിയത്തി ഇളയ മകൾ സൗദിയിലാണ്. അപ്പോൾ സൗദിയിലെ മകൾ കല്യാണം കഴിച്ചിട്ട് 18 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ ഈ മൂത്ത മകളെ കാണാൻ വേണ്ടി ചിക്കാഗോയിൽ ചെന്നപ്പോൾ അവരെന്തോ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഈ അമ്മ പറഞ്ഞു ഞാൻ വീട്ടിൽ ഇരുന്നോളാം. അപ്പോൾ അവർ പോകുന്ന സമയത്ത് ഈ അമ്മ പറഞ്ഞു ആ ഷാലോം ഓണാക്കിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ അമ്മയ്ക്ക് അവർ ഷാലോം ഓണാക്കി പോയി. ഷാലോമിൽ അന്ന് ഒരു അഭിഷേകാഗ്നിയാണ് ഈ അമ്മയ്ക്ക് ആദ്യമായിട്ട് കാണാൻ കിട്ടിയത്. ഈ അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ ശുശ്രൂഷ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അവരോട് പറഞ്ഞു, ഇപ്പം നിങ്ങൾ പരമാവധി ഉച്ചത്തിൽ കർത്താവിനെ വിശ്വാസത്തോടെ വിളിക്കണം. ആ സമയത്ത് ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങളുടെ ദൂരത്ത് മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവരെയും ബ്ലെസ്സിങ് ചെയ്ത് കർത്താവ് അനുഗ്രഹിക്കും. ഉടനെ ഈ അമ്മ പറഞ്ഞു, എൻ്റെ 2ാമത്തെ മകൾ സൗദിയിലാണ്, 18 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ മക്കളില്ല. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ മകൾക്ക് കുട്ടികളെ കൊടുത്താൽ ഞാൻ ഈ ചിക്കാഗോ പള്ളി വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് ഈ അമ്മ അവിടെ ഇരുന്ന് ഞങ്ങളുടെ നേർച്ച നടന്നു. അമ്മയുടെ വീട് ഇടുക്കിയിലാണ്. പക്ഷേ മൂത്ത മകളെ കാണാൻ വേണ്ടി ചിക്കാഗോയിൽ വന്നതാണ്. അപ്പോൾ എന്ത് ചെയ്തു, പ്രാർത്ഥന നന്നായിട്ട് അമ്മ പറഞ്ഞു, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വാതിലൊക്കെ അടച്ചിട്ട് ഉച്ചത്തിൽ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അമ്മ പറയാണ്, പിറ്റേ മാസം സൗദിയിൽ നിന്ന് 2ാമത്തെ മകൾ വിളിച്ചു പറഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന് വിളിച്ചു പറഞ്ഞു. പോസിറ്റീവ് റിസൾട്ട്. അതിനുശേഷം 4 മക്കളെ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ആ അമ്മ ഈ കൺവെൻഷന് ഈ 2024 ചിക്കാഗോയിൽ നടന്ന കൺവെൻഷൻ അത് പറയാൻ വേണ്ടി ഇടുക്കിയിൽ നിന്ന് ചിക്കാഗോയിൽ വന്ന് നിങ്ങൾക്ക് ഇവിടെ അട്ടപ്പാടിക്ക് വരാനാണ് ക്ഷീണം. ഇതാ ഇടുക്കിയിൽ നമ്മൾ ചിക്കാഗോയിലെത്തുക. അത് കർത്താവിനോടുള്ള ഇതുണ്ടെങ്കിൽ കർത്താവിനോട് എന്തും ചെയ്യും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവേ ഞാൻ അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്തും, ആദ്യ വെള്ളിയാഴ്ച സാക്ഷ്യപ്പെടുത്തണം എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ റൂഹാമോണ്ടി വന്ന് സാക്ഷ്യപ്പെടുത്തും. അങ്ങനെ ആ കുഞ്ഞുമായി റൂഹാമോണ്ടിൽ വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കർത്താവിൻ്റെ ആ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് തരുന്ന പ്രചോദനം അനുസരിച്ച് നേർച്ച ഇപ്പം തന്നെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു 3-4 പ്രാർത്ഥനകളുണ്ട്. അതിൽ ആദ്യത്തെ പ്രാർത്ഥന കുട്ടികളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഉച്ചത്തിൽ നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് നന്നായിട്ട് സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ
രാത്രിയുള്ള പ്രാർത്ഥന, ഈ നിലവിളിയിൽ അങ്ങ് സംപ്രീതനാകണമേ. അവിടെ ഇറങ്ങി പ്രവർത്തിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ ദുർബലരും പാവങ്ങളുമാണ് കർത്താവേ. ഞങ്ങൾ ദുർബലരാണ് കർത്താവേ. ഞങ്ങൾ ഭയചകിതരാണ് കർത്താവേ. സ്വന്തമായിട്ട് ഒന്നുമില്ല കർത്താവേ. അവിടുത്തെ ദാനങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത് കർത്താവേ. അങ്ങ് ദാനമായി നൽകുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ കഴിയുകയില്ല. അങ്ങയുടെ ദയ ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ. അങ്ങയുടെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ അത്ഭുത നാമത്തിൽ, അങ്ങയുടെ അത്ഭുത നാമത്തിൽ കുടുംബങ്ങളുടെ തടസ്സങ്ങൾ മാറട്ടെ. മക്കളില്ലാത്ത ദമ്പതികളെ ആശീർവദിക്കുന്നു. അനേക കാലങ്ങളായി മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഓരോ ദമ്പതിയെയും ഈ സമയം ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ, യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. മകൾ വിട്ടുമാറി പോകട്ടെ. വിട്ടുമാറി പോകട്ടെ. ആധിപത്യങ്ങൾ തകരട്ടെ. എല്ലാ ശത്രുവിന്റെ കോട്ടകളും തകരട്ടെ. യേശുവിന്റെ ജയക്കൊടി ഉയരട്ടെ. അവിശ്വാസ പീഡ വിട്ടുപോകട്ടെ. അന്ത്യമായി ഉദരങ്ങൾ ഗർഭധാരണ ശക്തി പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തടസ്സമുള്ള രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ തിന്മകളും തിന്മയുടെ തടസ്സങ്ങളും തടസ്സത്തിന്റെ എല്ലാ ശക്തികളും വിട്ടുമാറി വിടുതൽ പ്രാപിക്കട്ടെ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. പതനമാവാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാ. തകർച്ചയുടെ തടസ്സത്തിന്റെ ബന്ധനത്തിൽ ശക്തികളെ, രോഗത്തിന്റെ തടസ്സത്തിന്റെ ബന്ധനത്തിൽ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകാം. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാവാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാ. യേശുവിൻ നാമത്തിനാ. യേശുവിൻ നാമത്തിനാ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇപ്പോൾ ഈ അത്ഭുതം നടക്കട്ടെ. പിതാവേ, യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇപ്പോൾ ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. പിതാവേ, യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ ദമ്പതികളുടെ കണ്ണുനീർ അവിടെ നോക്കി ഈ ദമ്പതികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി മക്കളില്ലാത്ത ഈ കുടുംബങ്ങളിൽ മക്കൾ ജനിക്കട്ടെ. ആരാധന യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ കുരിശിന്റെ അടയാളം വരച്ച് ഈ ബ്ലെസ്സിങ് നിങ്ങൾ സ്വീകരിച്ച് യേശുവിനെ നന്ദി പറയുക. എല്ലാ ദമ്പതികളും വിശുദ്ധ കുരിശിന്റെ അടയാളം അവരവരുടെ നെറ്റിയിൽ വരച്ച് ഈ ബ്ലെസ്സിങ് സ്വന്തമാക്കി കർത്താവേ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് ഹൃദയപൂർവ്വം ഈശോയ്ക്ക് മഹത്വം കൊടുക്കുക. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് ഇത് സാധിക്കുകയുള്ളൂ. കർത്താവിന് കൃപ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയണത്? നമ്മൾ അൺസ്പിരിച്വലാണ്. നമ്മൾ ലോകത്തിൻ്റെ അതേപോലെ ചിന്തിക്കും, അതുപോലെ നടക്കും, അതേപോലെ കാഴ്ചപ്പാടുകൾ. എന്താണ്? ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, ഇല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഭയത്തിനടിമയായിരിക്കും. അതുമല്ലെങ്കിൽ എന്താ പറയണത്, നിരാശയ്ക്ക് അടിമയായിരിക്കും. അതുമല്ലെങ്കിൽ ദുഃഖത്തിന് അടിമയായിരിക്കും.
അതും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റാരോപണത്തിന് അടിമയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യസനിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യസനിപ്പിക്കുക, അതിന് അങ്ങനത്തെയുള്ള ചില സ്വഭാവങ്ങൾക്ക് വീണ് പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മൾ ലൗകിക മനുഷ്യരാണ്. 1 കൊറിന്തോസ് 2-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് എങ്ങനെയാണ്? 1 കൊറിന്തോസ് 2:14, അൺസ്പിരിച്വൽ മാൻ ഡസ് നോട്ട് റിസീവ് ദ ഗിഫ്റ്റ്സ് ഓഫ് ദി സ്പിരിറ്റ്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. അപ്പോൾ അൺസ്പിരിച്വൽ മാൻ ആണെങ്കിൽ മനസ്സിലാവുന്നില്ല, ഇതെന്താ ഇത്? 10 ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു നോ, നിങ്ങൾക്ക് ഒരിക്കലും മക്കളുണ്ടാവില്ലെന്ന് പറഞ്ഞതാണ്. അത് വെറുതെ പറയണതല്ല, മുഴുവൻ പരിശോധന നടത്തി മെഡിക്കൽ സയൻസിൻ്റെ സർവ്വ ഉപകരണങ്ങൾ ഉപയോഗിച്ച് എല്ലാം ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് പറയണത് നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല. 1 അല്ല 10 ആശുപത്രികളിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതാണ് ലോകത്തിൻ്റെ കണ്ടുപിടുത്തം. ഓക്കെ, പക്ഷെ അതിനും വലുതാണ്, അതിനും മുകളിലാണ് വിശ്വാസത്തിൻ്റെ പ്രവർത്തനം, അതിനും മുകളിലാണ് ദൈവത്തിൻ്റെ ശക്തി. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇതെപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇത് വിശ്വസിക്കണം. നമ്മുടെ മനുഷ്യരുടെ സാധ്യതകളെല്ലാം തീർന്ന് കംപ്ലീറ്റ് സ്റ്റോപ്പ്, ഇനി ഒന്നും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ ആരംഭിക്കും. ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ ആരംഭിക്കും. അതിനിങ്ങനെയുള്ള വചന ശുശ്രൂഷകൾ നമ്മളുടെ ഹൃദയം തുറക്കും. ഇങ്ങനെയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ കൃപ വർഷിക്കപ്പെടും. ദൈവം തൻ്റെ വചനം അയച്ച് തൻ്റെ ദാസർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. തൻ്റെ ആത്മാവിനെ വർഷിച്ച് അന്ധകാര പീഡകളിൽ നിന്ന് തൻ്റെ പ്രിയജനത്തെ മോചിപ്പിക്കും. തൻ്റെ പ്രിയജനത്തിൻ്റെ എല്ലാ കഷ്ടതയിലും, തൻ്റെ പ്രിയജനത്തിൻ്റെ എല്ലാ കണ്ണുനീരിലും ദൈവത്തിന് ശ്രദ്ധയുണ്ട്. ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീര് ഒപ്പിയെടുക്കാനും അവരുടെ സങ്കടം മാറ്റാനും ദൈവത്തിന് സന്തോഷമാണുള്ളത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അത് ഞാനും നിങ്ങൾ എന്തു ചെയ്യണം? ഞാനും നിങ്ങളിങ്ങനെ ഉണങ്ങിപ്പിടിച്ചിരുന്നാൽ പോരാ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തന പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചു നോക്കിക്കേ. സങ്കീർത്തന പുസ്തകം 35:27. എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ. എൻ്റെ നീതി, എൻ്റെ ഇടപെടൽ, എൻ്റെ അത്ഭുതം കിട്ടാൻ, എൻ്റെ അത്ഭുതം കാണാൻ, എൻ്റെ അത്ഭുതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ മക്കളെ? എൻ്റെ നീതി സ്ഥാപിച്ചിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആനന്ദിച്ച് ആർപ്പ് വിളിക്കണം. അതിനുശേഷം എന്താ പറയണത്? തന്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ. എന്നും പറയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? എന്താ പറഞ്ഞിട്ട്? എത്ര ദിവസം പറയണം? ഇന്ന് ശുശ്രൂഷ സമയത്ത് മാത്രം പറഞ്ഞാൽ മതിയോ? എത്ര ദിവസം പറയണം? എന്ന് അവർ എന്നും പറയുമാറാകട്ടെ. എന്നും പറയട്ടെ, എന്നും പറയണം. എന്ത് പറയണം? തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ്. ഓക്കെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മളിങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുന്നതിലല്ല, നമ്മൾ ഇച്ചിരി നല്ല വിധത്തിൽ പുഷ്ടി പ്രാപിച്ച് നല്ല ഇങ്ങനെ വളർന്നു വരുന്നതിൽ ദൈവത്തിന് സന്തോഷമാണെന്ന് ഹൃദയം കൊണ്ട് ബോധ്യപ്പെടണം. അങ്ങനത്തെ ദൈവമാണ്, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം എന്ന് ഞാനും നിങ്ങളും ഹൃദയം കൊണ്ട് അംഗീകരിക്കണം, അതിനെ കൊണ്ട് പറയണം. അത് 1-2 തവണ പറഞ്ഞാൽ പോരാ, എന്നും പറയണം. ചിലപ്പോൾ ഒരു 38 വർഷമൊക്കെ പറയേണ്ടി വരും. പുൽപ്പള്ളിയിൽ അവർ 23 വർഷം പറയേണ്ടി വന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ തൻ്റെ ദാസൻ്റെ ശ്രേയസ് സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നല്ല സ്ഥിതി, നല്ല നമ്മുടെ അഭിവൃദ്ധി, നമ്മുടെ ഉയർച്ച, നമ്മുടെ കുടുംബത്തിൽ നല്ല സന്തോഷം, നമ്മുടെ കുടുംബത്തിൽ മക്കൾ അങ്ങനെ ഇരിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമാണ്. ദൈവത്തിന് സന്തോഷമാണ്. എൻ്റെ രോഗം മാറ്റുന്നതിൽ ദൈവത്തിന് സന്തോഷമാണ്. എൻ്റെ കുടുംബത്തിൽ മക്കളില്ലാത്ത സ്ഥിതി മാറ്റി എന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് സന്തോഷമാണ്. ഇതിങ്ങനെ പറയണം. ചിലപ്പോൾ തരുമായിരിക്കും, ചിലപ്പോൾ ശരിയാവില്ലെന്ന് ആരോ പറഞ്ഞ മാതിരി. അങ്ങനത്തെ അല്ല പ്രാർത്ഥനയും വിശ്വാസവും എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം.
നമ്മൾ കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വന്നാൽ യാക്കോബസ്ലിഹ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 6 തൊട്ട് 8 വരെ വാക്യങ്ങൾ എന്താ പറയണത്? യാക്കോബസ്ലിഹ ലേഖനം 1-ാം അധ്യായം 6 തൊട്ട് 8 വരെ അവിടെ ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് പഠിപ്പിക്കുകയാണ്. ചിലപ്പോൾ നിരയാകും എന്നല്ല പറയേണ്ടത്. എന്താ? ചിലപ്പോൾ കിട്ടിയേക്കും എന്നല്ല പറയേണ്ടത്. ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നും അല്ല പറയേണ്ടത്. ഒന്ന് പോയി നോക്കാം അങ്ങനെയല്ല പറയേണ്ടത്. സംശയിക്കാതെ കിട്ടും, ഉറപ്പോട് കൂടി പോകണം. സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം. നിങ്ങൾ വായിച്ചേ, എന്താ ചെയ്യേണ്ടത്? സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. അപ്പോൾ കർത്താവിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. കർത്താവിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഒരു കാര്യം ദൈവവചനം ആവശ്യപ്പെടുന്നത് എന്താ? ഉറപ്പുള്ള വിശ്വാസം, ചങ്കുറപ്പുള്ള നല്ല വിശ്വാസം. സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യണം? ചഞ്ചല പ്രകൃതി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉറപ്പിക്കണം, ഞാൻ കർത്താവിൻ്റെ അടുത്തേക്കാണ് പോകണത്, എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കും, അത് ഉറപ്പിക്കണം. എന്നിട്ട് നല്ല ദൃഢനിശ്ചയത്തോടെ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നല്ല ഉറപ്പോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് വേണ്ടി വെളിപ്പെടുത്താനും ദൈവത്തിൻ്റെ ശക്തി എനിക്ക് വേണ്ടി അവിടെ തരാനും ദൈവത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുട്ടി ഉദരത്തിൽ വന്നു. ആ കുട്ടി ഉദരത്തിൽ വന്നപ്പോൾ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇതിന് കണ്ണുമില്ല, മൂക്കുമില്ല, വായുവില്ല, പല്ലുമില്ല, ഒന്നുമില്ല, ഇതിനെ അബോർട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. സ്കാനിങ് റിപ്പോർട്ടാണ് അബോർട്ട് ചെയ്യുക. അത് ഡോക്ടർ കാണിച്ചു കൊടുത്തു. അത് ഡോക്ടർമാർ വെറുതെ ഊഹിച്ച് പറയണമല്ല. മെഡിക്കൽ സയൻസ് ഒരു കാര്യം പറയുമ്പോൾ ഡോക്ടർമാർ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും നന്നായിട്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ റിസൾട്ടാണ് കൊടുക്കുന്നത്. അത് വെറുതെ ഒരു നോക്കി പറഞ്ഞല്ല, ഒരു മെഷീനൊക്കെ നോക്കി പരിശോധിച്ചിട്ട് അതിന് റിസൾട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ പരിശോധിച്ചിട്ട് റിസൾട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് കണ്ണുമില്ല, പരിപാടിയിലൊന്നുമില്ലത്, ഈ കുട്ടീനെ അബോർട്ട് ചെയ്യുക, അല്ലാതെ ഇനി മുന്നോട്ട് നീങ്ങാൻ ഒരു വഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, എനിക്ക് 2 കണ്ണും എൻ്റെ കുട്ടിക്ക് മൂക്കും വായും പല്ലും ഒക്കെ ഉള്ള കുട്ടീനെ തരാൻ അങ്ങേക്ക് കഴിയും, ഈ മെഡിക്കൽ സയൻസ് പറഞ്ഞതിനേക്കാൾ ഉപരിയാണ് എൻ്റെ കർത്താവിൻ്റെ ശക്തി എന്ന് പറഞ്ഞു. ആ കുട്ടി അങ്ങോട്ട് കരഞ്ഞ് നിലവിളിച്ചു. ഞാൻ കുറവലങ്ങാട് നിൽക്കുമ്പോൾ കുറവലങ്ങാട് കൺവെൻഷനിൽ അവർ വന്ന് സാക്ഷ്യം പറയുണ്ടായി. എന്തുണ്ടായത്? എൻ്റെ പേര് സാലു ജിൻസ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുവാണ്. എൻ്റെ മകന് 6 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേക്കുള്ളൊരു അനുഭവം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരുന്നത്. 6-ാം മാസത്തിൽ പ്രഗ്നൻസിയുടെ ടൈമിൽ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിന് ഡോക്ടർ പറഞ്ഞു ഇവന് മൂക്കില്ല, അതുപോലെ തന്നെ ഈ കുഞ്ഞിന് ഡൗൺ സിൻഡ്രം സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 6 മാസമായി കഴിഞ്ഞ് സ്കാനിങ് നടത്തിയപ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് മൂക്കുണ്ടായിരുന്നില്ല, ഉദരത്തിലായിരുന്നപ്പോൾ മൂക്കില്ലായിരുന്നു. സ്കാനിങ്ങിൽ ശരിക്കും കണ്ടതാണ്. അത് ഡോക്ടർമാർ ഇവരോട് പറയുകയും ചെയ്ത്. കുഞ്ഞിന് അത് കഴിഞ്ഞ് അവർ പറഞ്ഞു നട്ടെല്ല് കുഴിച്ച് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അബോർട്ട് ചെയ്ത് കളയണം എന്നൊക്കെ പറഞ്ഞു. അത് വളരെ വിഷമിച്ചാണ് ഞാൻ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നപ്പോഴത്തേക്കുമാണ് എൻ്റെ മൂത്ത നാത്തും പറയുന്നത് അഭിഷേകാഗ്നി കൂടണം, യേശുനാമത്തിൻ്റെ ശക്തി കൂടണം. അപ്പോൾ വീട്ടിൽ അഭിഷേകാഗ്നി കൂടുന്ന കുടുംബാംഗങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങൾ പറഞ്ഞു, നീ ഇങ്ങനെ കളിക്കരുത്, നീ അഭിഷേകാഗ്നി കൂടണം, അഭിഷേകാഗ്നി സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം, ഈശോ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അഭിഷേകാഗ്നി കൂടുന്നവർ പറഞ്ഞു കൊടുത്ത്. സത്യമായിട്ട് അന്നു മുതലാണ് ഞാൻ അഭിഷേകാഗ്നി കൂടുതൽ കാണാൻ തുടങ്ങിയതും അതിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും. അത് അന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ഒരു തീരുമാനം അന്ന് തൊട്ട് അഭിഷേകാഗ്നി കാണുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ തീരുമാനമെടുത്തു, എൻ്റെ കുഞ്ഞിന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യത്തോടു കൂടിയിട്ട് കുഞ്ഞിനെ വേണം. അങ്ങനെ ഒരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ സഹിയോനിൽ പോയി ഞാൻ സാക്ഷ്യം പറയുന്നു. ഞാൻ അന്ന് തന്നെ ഒരു നേർച്ച നേർന്നു. അപ്പോൾ അന്ന് ഈ അഭിഷേകത്തിന് കണ്ടപ്പോൾ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഈശോയെ എൻ്റെ കുഞ്ഞിന് മൂക്ക് വേണം,
എൻ്റെ കുഞ്ഞിന് നല്ല ആരോഗ്യം വേണം, എൻ്റെ കുഞ്ഞിന് നല്ല ബുദ്ധി വേണം, എൻ്റെ കുഞ്ഞിന് നല്ല ഹെൽത്തി ആയൊരു കുഞ്ഞിനെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞു, ഞാനൊരു നേർച്ച നേരുകയാണ്, ഞാൻ ഈ കുട്ടിയെ കൊണ്ടുവന്ന് അഭിഷേകത്തിൻ്റെ കൺവെൻഷനിൽ സാക്ഷ്യപ്പെടുത്തുമെന്ന് ഒരു നേർച്ച നേർന്ന്. അന്ന് ഞാൻ എന്താണെങ്കിലും ഈ കുഞ്ഞിനെ ഞാൻ അബോർട്ട് ചെയ്ത് കളയത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എങ്ങനെ ദൈവം തരുന്നു അങ്ങനെ വളർത്തുമെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്കറിയാമായിരുന്നു എൻ്റെ ദൈവം എനിക്ക് എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ തരുമെന്ന്. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഡെലിവറി ടേബിളിൽ കയറുതട വരെ ഞാൻ യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകം ഞാൻ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചതിന് കയ്യും കണക്കുമില്ല. ഞാൻ അവിടെ കിടന്ന് ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകം അഭിഷേകത്തിന് പോലെ തന്നെ വളരെ അത്ഭുതങ്ങൾ ദൈവം വർഷിക്കുന്ന ഒരു കുഞ്ഞു പുസ്തകമാണ്. എനിക്കറിയാമായിരുന്നു എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ദൈവം വരുത്തത്തില്ലെന്ന്. പിന്നീടുള്ള സ്കാനിങ്ങിൽ നോർമലായിരുന്നു. എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നു. അവൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ മൂക്കിനൊരു കുഴപ്പമില്ല, നല്ല മൂക്ക്, നല്ല കണ്ണ്, നല്ല ചെവി, യാതൊരു കുഴപ്പമില്ലാത്ത ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച്. പക്ഷേ അതേ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ട്. അന്നെടുത്ത സ്കാനിങ്ങിൽ അന്ന് സ്കാനിങ് എടുത്ത റിപ്പോർട്ട് ഇവർ കയ്യിലും കൂടെ കൊടുത്തതാണ്. ഇതിനകത്ത് മൂക്കില്ലെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പല പേപ്പറുകൾ ഇതിനകത്തുണ്ട്. എല്ലാ പേപ്പറുകളും നമുക്കൊന്നും സമയമില്ലാത്തതുകൊണ്ട് നോക്കാത്ര എളുപ്പമല്ല. അതിൻ്റെ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്, എഴുതിയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഇവർ പറഞ്ഞു അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ സ്വീകരിക്കുന്നു, അതിപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും. മൂക്കില്ലാത്ത എൻ്റെ കുട്ടിക്ക് മൂക്ക് തരാൻ ദൈവത്തിന് പറ്റും. കരഞ്ഞങ്ങടി ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം അതുപോലെ ചെയ്തു. നീ എങ്ങനെ വിശ്വസിച്ചോ അതുപോലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു. നല്ല സന്തോഷമല്ലേ? പിന്നെ ഇപ്പൊ അഭിഷേകത്തിന് നിർത്തിയോ? അഭിഷേകത്തിന് വിടുന്ന പ്രശ്നമില്ല. ഇവിടെ ഇപ്പം ഇങ്ങനെ അഭിഷേകം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ഇന്ന് വന്നതാണ് ആലപ്പുഴയിൽ നിന്ന്. ഒരു അഭിഷേകത്തിന് കൺവെൻഷൻ സാക്ഷ്യം പറയാന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് കോവിഡ് എല്ലാം വന്ന് ഇവിടെ കുറവല്ലെങ്കിൽ അഭിഷേകത്തിന് കുറച്ച് കാലം നടന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കൺവെൻഷൻ നടത്തിയപ്പോൾ ഈ കൺവെൻഷനിൽ വന്ന് ഈ കാര്യം വെളിപ്പെടുത്തുക. അപ്പോൾ 2 വയസ്സായി. എത്ര വയസ്സായി കുട്ടിക്ക്? 5 വയസ്സായി. കുട്ടിക്ക് 5 വയസ്സായി. ഹല്ലേലൂയ. ഒരു കുഴപ്പമില്ല, അത് ആരോഗ്യത്തോടെ കുട്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റെ. ഇപ്പോൾ വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് കൂടുന്ന പല കുടുംബങ്ങളിലും ഗർഭസ്ഥ ശിശുവിനെ കുറിച്ച് ഡോക്ടർമാർ സ്കാനിങ് നടത്തിയപ്പോൾ കുട്ടി ആരോഗ്യമുള്ള കുട്ടിയല്ല, കുട്ടിക്ക് ഹാർട്ടില്ല, പൾസില്ല, കുട്ടിക്ക് ലങ്സ് പ്രോബ്ലം ഉണ്ട്, വലിയ തരത്തിലുള്ള രോഗാവസ്ഥയുണ്ട്, കുട്ടീനെ അബോർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള റിസൾട്ടൊക്കെ അത് വേദനിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കണ്ണില്ലാത്ത നിങ്ങളുടെ ഉദരത്തിൽ വളരെ ശിശുവിന് ചില രോഗാവസ്ഥയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വലിയ സങ്കടത്തിലാണെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ അത്ഭുത ശക്തി ഉദരത്തിലേക്ക് വരാനും ദൈവത്തിൻ്റെ ശക്തിയാൽ ഉദര ശിശു സൗഖ്യം പ്രാപിക്കാനും നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം തന്ന ജീവനെ സംരക്ഷിക്കാൻ ദൈവത്തിന് പറ്റും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ ഉയർത്തുക. യേശുവേ, അവിടുന്ന് വരണമേ, അവിടുന്ന് സുഖപ്പെടുത്തണമേ കർത്താവേ. യേശുവേ, എഴുന്നള്ളുന്നു ഈശോ, ഇതാ രാജാവായി വരുന്നു. അവൻ സൗഖ്യപ്പെടുത്തുന്നവനാണ്, അവൻ ദുഃഖങ്ങൾ മാറ്റുന്നവനാണ്, അവൻ കർത്താവ്. അവൻ്റെ പേര് കർത്താവ് എന്നത്രേ, സൈന്യങ്ങളുടെ കർത്താവ് എന്നത്രേ അവൻ്റെ നാമം. ഈശോ രാജാവായി എഴുന്നള്ളി ഇപ്പോൾ ഭവനങ്ങളിൽ അനേകരുടെ കണ്ണുനീരൊപ്പി അനേകർക്ക് സൗഖ്യങ്ങൾ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി എത്രമാത്രം നിങ്ങൾ ദൈവത്തിന്റെ നീതി, ദൈവത്തിന് ഇടപെടാൻ ആഗ്രഹിക്കുന്നു അത്രയും ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുക. എന്റെ നീതി സ്ഥാപിച്ചു കിടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല ഇനി നീയല്ലോ. യേശു രാജാവാ, കർത്താവ് ഭരണം ചെയ്തിടുവാ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്ക, സാത്താന്റെ സതിയെ തകർത്തിടുവാ. എഴുന്നള്ളും യേശു രാജാവാ, കർത്താവ് ഭരണം ചെയ്തിടുവാ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്ക, സാത്താന്റെ സതിയെ തകർത്തിടുവാ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല ഇനി നീയല്ലോ.
നല്ല ദൈവമേ, അനേക വേദനകളോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബങ്ങളെ അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഈ കുടുംബങ്ങളുടെ ഒരു 100,000 ദുഃഖഭാരങ്ങളുണ്ടല്ലോ കർത്താവേ, സകല ദുഃഖഭാരങ്ങളുടെ അങ്ങയുടെ അത്ഭുതങ്ങൾ അങ്ങ് വർഷിക്കണമേ. ഓരോ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന നിലവിളി കർത്താവേ വേദനയുടെ നിലവിളിയാണല്ലോ. ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബങ്ങളെല്ലാം അത്ഭുതങ്ങൾ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഒരു പ്രയാസമോ ബുദ്ധിമുട്ടമോ വരുമ്പോൾ നാം നിരാശപ്പെടുകയോ മനസ്സ് തളർന്നിരിക്കുകയോ ചെയ്യരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം 9-ാമത്തെ തിരുലിഖിതം. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം അതിൽ 8ഉം 9ഉം രണ്ട് വചനങ്ങളായിക്കോട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം അതിൽ 8ഉം 9ഉം തിരുലിഖിതങ്ങൾ എന്താ പറയണത്? ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. മകനെ, രോഗം വരുമ്പോൾ നീ വിഷമിച്ചിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് വെറുതെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ എന്താണ് കുടുംബത്തിൽ സംഭവിക്കുക? അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. നീ ഉദാസീനനാകരുത്. ഉദാസീനത പറഞ്ഞാൽ എന്താണ്? എന്താ ഉദാസീനത? ഉദാസീനത ഇംഗ്ലീഷ് മീഡിയംകാരല്ല ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഉദാസീനത, നീ ഇങ്ങനെ അലക്ഷ്യമായി വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഒരു ശക്തിയില്ല, തളർന്നിരിക്കരുത്. നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്നാ കാര്യം, ഇതെന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്തായാലും ഇനി രക്ഷയൊന്നുമില്ല, ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ ഒരവസ്ഥയിലിരിക്കരുത്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴയില വാട്ടിയിട്ട മാതിരി ഇരിക്കരുത്. ഈ വാഴയിലെന്ന് പഠിപ്പിക്കാൻ ഞാൻ ആദ്യം വേറെ ക്ലാസ് എടുക്കേണ്ടി വരും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ട് വാടിയ ചേമ്പന്തണ്ട് പോലെ ആയി തീരരുത്. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും മരിച്ചു പോവുക. എന്താ പറയാം, ഡോക്ടർമാർ പറഞ്ഞു ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടികൾ ജനിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർമാർ മുൻകരുതൽ കൊടുത്തു. അവർ എന്ത് ചെയ്തു? അപ്പോൾ ഒരു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചു. നമുക്ക് ശ്രദ്ധിക്കാം. അവർ എന്താ? എൻ്റെ പേര് പ്രിൻസ്, ഭാര്യയുടെ പേര് ജോത്സന. ഞങ്ങൾ സെൻറ്റ് ജോസഫ് ഫൊറോന ചർച്ച് കോതമംഗലം രൂപതയുടെ കീഴിലുള്ള ചർച്ചിൽ നിന്നാണ് വരുന്നത്. കോതമംഗലം രൂപതയുടെ സെൻറ്റ് ജോസഫ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞതിന് 9 വർഷമായി. ആദ്യത്തെ വർഷം തന്നെ ഞങ്ങൾക്കൊരു മോളുണ്ടായി. 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചുപോയി. 7ാമത്തെ ദിവസമാണ് അവൾക്ക് വളരെ റെയറായിട്ടുള്ള ഒരു രോഗമുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ തിരിച്ചറിയുന്നത്. അതിനുശേഷം 2ാമത് വീണ്ടും ഒരു കുഞ്ഞുണ്ടായി, അവൾ അബോർഷനായിപ്പോയി. 3ാമത് ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടായി, അവൾ 1 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. ആ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ജനറ്റിക്കാണ്. ഞങ്ങൾ 2 പേരും കൂടി മാച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 3ാമത്തെ കുട്ടി മരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അച്ഛനെ കൊല്ലത്ത് പോയി കണ്ടിരുന്നു. അന്ന് അച്ഛൻ ചാവറയിലുള്ളൊരു ഇടവകയിൽ ധ്യാനത്തിലായിരുന്നു. ആ സമയത്ത് പോയി കണ്ടിരുന്നു. അഭിഷേകാഗ്നി ചാവറ അഭിഷേകം ഞാൻ ഓർക്കുന്നുണ്ട്. കൊല്ലത്തിനടുത്ത് ചാവറ എന്ന് പറഞ്ഞ സ്ഥലം, ചാവറ അവിടെ വലിയൊരു അഭിഷേകത്തിന് കൺവെൻഷൻ നടന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 2-3 വർഷം 3-4 വർഷം മുമ്പാണ്. അതെ, കുറച്ച് വർഷങ്ങൾ. അപ്പോൾ ആ കൺവെൻഷൻ സമയത്ത് ഇവർ കോതമംഗലത്ത് നിന്ന് കൊല്ലത്ത് വന്ന് അവിടെ വെച്ച് പ്രാർത്ഥിച്ചത് ഞാൻ ഏതാണ്ട് സംഭവം. ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ആരാധനാ മഠമുണ്ട്. ആരാധനാ മഠത്തിൽ എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ, ജോസി സിസ്റ്റർ, ആ സിസ്റ്റർ ഞങ്ങൾക്കൊരു പുസ്തകം തന്നു. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്ന്. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്.
ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 6-ാം വാക്യത്തിലെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയൊരു കുഞ്ഞു ലീഫ്ലെറ്റ്. അതിൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് എല്ലാ ദിവസവും ഇവർ ആ പുസ്തകം കരുതിയിട്ടുണ്ട്. ഇതാണ് ആ പുസ്തകം. നിങ്ങൾക്ക് ഇനി ഇതിപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിയില്ല, എന്നാലും ഇത് പണ്ടത്തെ നല്ലൊരു പുസ്തകമാണ്, കുഞ്ഞു പുസ്തകമാണ്. അന്ന് ഇതിന് 5 രൂപ വേണ്ടിയായിരുന്നു വില. അതേപോലെ ഒരു ഈ പുസ്തകം അന്ന് അവിടുത്തെ ഒരു മഠത്തിലുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഒരു സിസ്റ്റർ പ്രാർത്ഥിച്ച് ഈ പുസ്തകം കൊടുത്തു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പുറകു സൈഡിലായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾക്കുള്ള പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ ഈ പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മക്കളില്ലാത്ത ദമ്പതികൾക്കുള്ള പ്രാർത്ഥന. മെഡിക്കൽ സയൻസ് ഞങ്ങളോട് പറഞ്ഞത്, ഇനി ഒരിക്കലും നിങ്ങളൊരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കരുത്. കാരണം ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് ഏത് തരത്തിലുള്ള രോഗമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗമുണ്ടോ എന്ന് ഗർഭാവസ്ഥയിൽ നിർണ്ണയിക്കാൻ അവർക്ക് സാധിക്കില്ല. ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം 72 മണിക്കൂറുകൾക്ക് ശേഷമാണ് കഴിക്കുന്ന പാല് വിഷമായി മാറുന്നത് അവർക്ക് തിരിച്ചറിയാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കരുത്. ഒന്നുകിൽ IVF അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയെ ദത്തെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ IVF-ൽ ഞങ്ങൾ തീരുമാനിച്ചില്ല, കുട്ടിയെ ദത്തെടുക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന ദിവസം നിരന്തരമായി ഇവൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഇവിടെ ധ്യാനത്തിന് വരികയും ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ വീണ്ടും ഗർഭിണിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, 2 പ്രാവശ്യം സിസേറിയൻ ചെയ്തതല്ലേ, ഇനിയൊരു സിസേറിയനും കൂടി താങ്ങാനുള്ള ശേഷി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് വേറെ ഒന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ വലിയ വിദഗ്ധ സഹായമൊന്നും തേടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇത് ദൈവം തരുന്നതാണെങ്കിൽ ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. മോനുണ്ടായി. മോൻ്റെ പേര് അഭിഷായ് എന്നാണ്. അഭിഷായ് ഹീബ്രു നെയിമാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അവന് 367 ദിവസം പ്രായമായി. ഇതാണ് ആള്. കുഴപ്പമില്ല. ഞങ്ങൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം 72 മണിക്കൂറുകൾക്ക് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തികച്ചും പരിപൂർണമായ സ്വാഭാവികമായ സാധാരണ ഒരു ആൺകുട്ടി, ആരോഗ്യത്തോടുകൂടെ യാതൊരു തരത്തിലുള്ള ഡിസോർഡറും ഇല്ലാത്ത ഒരു നോർമൽ കുട്ടിയെ ഈശോ കൊടുത്ത്, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചു. ഇവർ ശരിക്കും പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ആ സമയത്ത് ഈശോ സമൃദ്ധമായി ഇവരെ അങ്ങോട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ എനിക്ക് നോട്ടം കണ്ടപ്പോൾ മനസ്സിലായി, അമ്മ എന്തെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് സ്ത്രീജനങ്ങൾ ഇവിടെ വളരെയധികം ആളുകളുണ്ട്, അതുകൊണ്ട് വളരെ താല്പര്യപൂർവ്വം അവർ കാത്തിരിക്കുകയാണ് പറഞ്ഞു. ഞാനും അമ്മയും എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി മുടക്കാതെ കാണുമായിരുന്നു. ഇതുപോലുള്ള അഭിഷേകാഗ്നി ധ്യാനത്തിൽ വന്ന് എനിക്കും ഇതുപോലൊരു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം പോലും മുടക്കാതെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ് അഭിഷേകാഗ്നി. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒക്കെ ശക്തി കുറയ്ക്കുന്നത് പോലെ അനുഭവം വരുമ്പോൾ ദൈവവചനങ്ങൾ നിരന്തരം കേട്ട് ഈ കുടുംബം ഇത് മനസ്സിനെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുടുംബത്തിന് പറയാൻ പറ്റുന്നത്, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഒരു കുഴപ്പം വരില്ല. അത് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാൻ മനസ്സിന് ബലം ദൈവവചനങ്ങളാണ് പകർന്നു കൊടുത്തത്. ഹല്ലേലൂയ. കൈകൾ നന്നായിട്ട് ഉയർത്തി ഈ കുടുംബത്തെ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ, ആ കുടുംബം ഒരു വചനം 100% അംഗീകരിച്ചിട്ടുണ്ട്. എന്തെന്നറിയാവോ? മക്കൾ ദൈവത്തിൻ്റെ സമ്മാനമാണ്. 127 സങ്കീർത്തനം 3-ാമത്തെ വാക്യം, എല്ലാവർക്കും ബൈഹാർട്ട് അറിയാവുന്ന വചനമാണത്. 127 സങ്കീർത്തനം 3-ാമത്തെ വാക്യം, മക്കൾ ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഉദരബലം ഒരു സമ്മാനമാണ്. ഉദരബലം ഒരു സമ്മാനമാണ്. വായിച്ചേ, ഉദരബലം ഒരു സമ്മാനവും. ഉദരബലം ഒരു സമ്മാനം, ദൈവത്തിൻ്റെ സമ്മാനമാണ്. ദൈവത്തിന് തരാൻ പറ്റും. ഓക്കെ, ദൈവത്തിന് തരാൻ പറ്റും. അവർ 100% പറഞ്ഞു, ഇത് ദൈവമാണ് തരുന്നത്. ഓരോ കുഞ്ഞിനെയും തരുന്നത് ദൈവമാണ്. ദൈവത്തിന് തരാൻ പറ്റും. അന്ന് അഭിഷേകാഗ്നിയാണ് അവർ കൊണ്ടങ്ങോട്ട് പ്രാർത്ഥിച്ചത്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഹോളി സ്പിരിറ്റ് ഈവനിങ് കണ്ട് പ്രാർത്ഥിക്കാം.
അത് സാബു ബ്രദർ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതെല്ലാം ബുധനാഴ്ചയുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പ്രാർത്ഥന തന്നെ നിങ്ങളിതിൻ്റെ ഈ ഒരു ശുശ്രൂഷകളൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഓരോ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്ത് ഇതിൻ്റെ വചനങ്ങൾ കേൾക്കണം. ഇവർക്ക് തളർന്നു പോകുന്ന സമയത്ത് വചനം കേട്ടിട്ടാണ് ഇവർക്ക് ശക്തി കിട്ടിയത്. പ്രഭാഷകൻ 38:9 പറയുകയാണ്, മകനെ, നീ രോഗം വരുമ്പോൾ നീ എന്ത് ചെയ്യണം? നീ തളർന്നു പോകരുത്, നീ ഉദാസീനനാകരുത്, നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഈ ഒരു വചനം ഈ കുടുംബത്തെ അന്വർത്ഥമായി. ഇതുപോലുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ തളർന്ന മനസ്സിന് ബലം കിട്ടും. എഴുന്നേറ്റ് വന്നേ, എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം ഇപ്പോൾ ഉണ്ടാകുന്ന കുട്ടികളെല്ലാം മിസ്കാരേജ് ആയി പോകുന്നു, അല്ലെങ്കിൽ കുട്ടികൾ അകാലത്ത് മരിച്ചു പോകുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മിസ്കാരേജ് ആകുന്നു, അല്ലെങ്കിൽ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾ വാഴുന്നില്ല ചില കുടുംബങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ ആ കുടുംബങ്ങളെ ഇപ്പോൾ ഒന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്തു തന്നെ കാരണമാകട്ടെ, അവിടുന്ന് എല്ലാം ആ കുഴിയിൽ നിന്നെല്ലാം നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇത് മനസ്സിലാക്കണം. തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനെന്ന് അവർ നിരന്തരം പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അട്ടപ്പാടിയിൽ ഞങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നൊരു കാര്യമാണ്, ദൈവം നല്ലവനാണ്. നമ്മുടെ നന്മയെ ദൈവത്തിന് സന്തോഷമുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരും. ഇതൊക്കെ ഞങ്ങളുടെ അനുഭവമാണ്, അതെപ്പോഴും ഞങ്ങൾ പറയും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർ യു റെഡി? യെസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പവർ, പവർ, പവർ. ഫയർ, ഫയർ, ഫയർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ നിന്ന് അകാല മരണങ്ങളും കുട്ടികൾ മരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവിന് ഡെലിവറൻസ് സംഭവിക്കും. കാരണം തിന്മകൾ മാറും, അന്ധകാരങ്ങൾ വീഴും, ദൈവത്തിൻ്റെ ശക്തി ഉയരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തടസ്സങ്ങൾ മാറും, നിരാശ നീങ്ങും, ബന്ധനമെല്ലാം തകരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തുക. ദൈവമേ ഇടപെടണമേ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുക, സ്തുതിക്കുക. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ മലയാളികളും രോഗശാന്തികളും സംഭവിക്കാൻ തക്കവിധം ഇപ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവേ, ഗർഭശിശുക്കൾക്ക് മിസ്കാരേജ് വരുന്ന അവസ്ഥ, കുട്ടികൾ മരിച്ചു പോകുന്ന അവസ്ഥ, ആകാത്ത കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. മാറും നിരാശനീകും ഇല്ലാബന്ധമായിടുമേ. തുറന്നിടുമാവിൻ അടഞ്ഞവയെല്ലാം പൊറുതും വിശിഹാരാജ നമുക്കാശുവേ വന്നു വാഴവേ. ഇനി ഞാനല്ല, ഇനി നീയോ രാജാവേ. വന്നു വാഴവേ, ഇനി ഞാനല്ല, ഇനി നീയല്ലോ. വന്നു വാഴവേ, ഇനി ഞാനല്ല, ഇനി നീയല്ലോ. രാജാവേ വന്നു വാഴവേ, ഇനി ഞാനല്ല, ഇനി നീയല്ലോ. യേശു രാജാവാ, കർത്താവ് ഭരണം ചെയ്തിടുവാ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാം, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാ. എഴുന്നള്ളും യേശു രാജാവാ, കർത്താവ് ഭരണം ചെയ്തിടുവാ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാം, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാ. സാത്താന്റെ ശക്തിയെ തകർത്തിടുവാ.
ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. കർത്താവേ, പ്രിയപ്പെട്ട കുടുംബങ്ങളെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഈ കുടുംബങ്ങളിൽ കുട്ടികൾക്ക് കൂടെ കൂടെ വരുന്ന രോഗങ്ങളും കുട്ടികളിൽ ഉണ്ടാകുന്ന കുട്ടികൾ മരിച്ചു പോകുന്ന അവസ്ഥകളും മിസ്കാരേജ് ആയി പോകുന്ന അവസ്ഥകളെല്ലാം അത്ഭുതകരമായി കുടുംബങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം നിറയട്ടെ, സൗഖ്യം നിറയട്ടെ. അന്ധകാരപ്പെടൽ വിട്ടുപോകട്ടെ, കുട്ടികൾ വാഴാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, കുഞ്ഞുങ്ങൾ വളരാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ അലട്ടിപ്പോകുന്ന അന്ധകാരപ്പെടലെ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു, മാറിപ്പോകട്ടെ. ഈശോയെ നന്ദി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേക കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. നിരാശ. ഇനി എന്തിനാണ് ജീവിക്കുന്നത്? നിരാശ. അതായത് കല്യാണത്തിൻ്റെ പ്രഥമമായ അല്ലെങ്കിൽ മുഖ്യമായ കാര്യം മക്കളുണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. കല്യാണത്തിൻ്റെ അതിപ്രധാനമായ കാര്യം ദമ്പതികൾ തമ്മിലുള്ള സ്നേഹമാണ്. അതാണ് നമ്മുടെ സൗർ പറഞ്ഞത്, ഞാൻ 10 മക്കളെക്കാൾ വലുതല്ലേ എന്ന് ചോദിച്ചില്ലേ. അത് നിസ്സാര കാര്യമല്ല. അത് എൽക്കാന ഹന്ന ദമ്പതികളുടെ ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അറിഞ്ഞാലാണ് അവരുടെ ദുഃഖത്തിൻ്റെ ആഴത്തിൽ ദൈവം തന്നെയാണ് എൽക്കാനയിലൂടെ സംസാരിച്ചത്. നിനക്ക് ഞാൻ 10 മക്കളെക്കാൾ വലുതല്ലേ, 10 അല്ല 100 പുത്രന്മാരെക്കാൾ വലുതല്ലേ എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി, നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം, ദമ്പതികൾ ഒരുമിച്ചുള്ള ജീവിതം, അത് ജീവിക്കാൻ സാധിച്ചാൽ ജീവിതം വിജയമായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളില്ല, അതെന്തോ ഒരു ശാപമാണ്, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളെ ഒന്നിപ്പിച്ചു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നതിൽ തന്നെ നിങ്ങൾ വിജയിച്ചു, നിങ്ങളെ ദൈവം ബ്ലെസ് ചെയ്തു, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇനി മക്കളുണ്ടാകാൻ ദൈവത്തിൻ്റെ സമ്മാനമാണ്. ദൈവം സമ്മാനം തന്നു, അല്ലെങ്കിൽ നാളെ തരും, ഏതെങ്കിലും ദിവസം ദൈവം തരാം. അബ്രാഹത്തിൻ്റെ മക്കൾ കിട്ടിയ കാലവർത്താൽ മതി. ഇനി അബ്രാഹത്തിന് മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞു? 75-ാമത്തെ വയസ്സിൽ ദൈവം വാഗ്ദാനം ചെയ്ത് 100 വയസ്സായി കിട്ടിയപ്പോൾ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 9 എന്താ പറയണത്? വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. വിശ്വാസമുള്ളവർ, അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കണം. ഞാനിപ്പോൾ കല്യാണം കഴിച്ച് 10 വർഷം മക്കളില്ലെന്ന് ചോദിച്ചപ്പോൾ എല്ലാം തവിട് പിടിയാന്ന് വിചാരിക്കരുത്. ഈ അബ്രാഹവും സാറായി നമ്മൾ വിവാഹമോചനം കഴിയായിരുന്നെങ്കിൽ എല്ലാം മൊത്തം തവിട് പൊടിയായിരുന്നു. അവർ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. അവർ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു, ദൈവത്തോട് സംസാരിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടാൻ നിന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ നിന്നില്ല. അപ്പം അതുകൊണ്ട് ദമ്പതികൾ തമ്മിൽ ഈ വിഷയത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരപ്പെടുത്തരുത്, വിഷമിപ്പിക്കരുത്, വ്യസനിപ്പിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ടുപേരും ഹൃദയ ഐക്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പം അതുകൊണ്ട് ദമ്പതികളുടെ ഇടയിലുള്ള അനൈക്യവും ഭിന്നതയെല്ലാം മാറി നിങ്ങൾ നന്നായിട്ട് സ്നേഹിച്ച് കർത്താവിൽ ശരണപ്പെട്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ 10 വർഷം പ്രാർത്ഥിച്ചു, മക്കൾ ലഭിച്ചില്ല എന്നോർത്ത് 10 വർഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വലിയ കാലാവധിയൊന്നും അല്ല. 25 വർഷം പ്രാർത്ഥിച്ചു, കിട്ടിയില്ലെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ദൈവത്തിന് നിങ്ങൾക്ക് ഏത് അവസരത്തിലും മക്കളെ തരാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് ഏത് അവസരത്തിലും നിങ്ങൾക്ക് മക്കളെ തരാൻ കഴിയും. ഇത് നമ്മൾ വിശ്വസിക്കണം. നിങ്ങൾ കഴിയും, നമ്മളത് ഉറപ്പായും നമ്മളത് വിശ്വസിക്കണം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ദൈവം തരാൻ താമസിച്ചു, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ താമസിച്ചു എന്ന് വിചാരിച്ച് ഉടനെ നമ്മൾ പ്രാർത്ഥന നിർത്തരുത്. ഞാൻ 10 വർഷമായി, എനിക്ക് മക്കളുണ്ടായില്ല, ഇനി വയ്യ, കാത്തിരിക്കാൻ വയ്യ, അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തിന് ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. അതുതന്നെ നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. നമ്മൾ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം.
ദൈവം ദൈവത്തിൻ്റെതായ രീതിയിലാണ് ഇടപെടുന്നത്. യെശയ്യായുടെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ 8-9 തിരുലിഖിതങ്ങൾ. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായത്തിൽ 8-9 തിരുലിഖിതങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു. വായിച്ചു നോക്കിക്കേ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടെ പോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും എൻ്റെ ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ വ്യത്യസ്തമത്രേ, ഉന്നതമത്രേ. അതായത് വേറൊരു വാക്യം പറഞ്ഞാൽ ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട്, ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചിന്തകളുണ്ട്, ദൈവത്തിന് ദൈവത്തിൻ്റെതായ രീതികളുണ്ട്. ഞാൻ എൻ്റെ രീതിക്ക് ദൈവം വന്നില്ലെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ വിഷമിക്കരുത്. നമ്മൾ ചക്കമടൽ കാണിച്ചു ഉടനെ പശുക്കിടാവ് പിന്നാലെ വന്നു, അങ്ങനെയാണ് പ്രാർത്ഥനയുടെ ഉത്തരവെന്ന് വിചാരിക്കരുത്. അരി വിതറി ഉടനെ കാക്ക വന്നു, അതുപോലെയാണ്. ഞാൻ 2 ആഴ്ച പ്രാർത്ഥിച്ചു, ഞാൻ 3 മാസം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഞാൻ 21 ദിവസം പ്രാർത്ഥിച്ചു, ഞാൻ 9 ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത് എന്നാണ് പറയണത്. നിരാശപ്പെടരുത്. ദൈവത്തിന് എന്തുണ്ട്? ദൈവത്തിൻ്റെതായ വഴികളുണ്ട്, ദൈവത്തിൻ്റെതായ സമയമുണ്ട്, ഗ്രേസ് ടൈം. അതുവരെ കാത്തിരിക്കുന്നതിന് മുമ്പ് പലരും പിരിഞ്ഞു പോവുകയാണ്. അതുവരെ കാത്തിരിക്കുന്നതിന് മുമ്പ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയാണ്. അതുവരെ കാത്തിരിക്കുന്നതിന് പലരും ഹൃദയം അടച്ചു കളയുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു സഹോദരൻ്റെ അനുഭവം, ജോ അല്ലേ, ആ സഹോദരൻ പറയാണ്, ഇനി ഒരു പ്രതീക്ഷയില്ല, അങ്ങനെ തളർന്നു, മനസ്സ് തളർന്നു. പക്ഷേ ഇവർ തമ്മിൽ കുറ്റപ്പെടുത്തിയില്ല, ഇവർ തമ്മിൽ വെറുത്തില്ല, ഇവർ തമ്മിൽ സ്നേഹത്തിൽ ഒന്നിച്ചിരുന്നു. അവർ ഒന്നിച്ചിരുന്ന് വചനം കേൾക്കാൻ തുടങ്ങി, അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം അവരോട് വലിയ കരുണ കാണിച്ചു. ഓസ്ട്രേലിയയിലെ ജോ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാമോ? ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിലാണ് സെറ്റിലായിരിക്കുന്നത്. ഞങ്ങൾ 2 പേരും ലേറ്റ് മാരേജ് ചെയ്തവരാണ്. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് 40 വയസ്സ് അടുത്ത് ആയി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 40 വയസ്സായ ഒരു പെണ്ണിന് ഗർഭം ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡോക്ടേഴ്സ് അവിടെ, ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സിനെ ഇവിടെയും കണ്ടു അവിടെയും കണ്ടു, പക്ഷേ ഡോക്ടേഴ്സ് ഒന്നും വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് തന്നില്ല. ഞങ്ങൾ പിന്നെ എന്നാലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയും ഉണ്ടായിരുന്നു, പക്ഷെ വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു, സത്യം പറയാം. നോർമലായിട്ടുള്ളൊരു പ്രാർത്ഥന. ഞങ്ങൾ എല്ലാ വൈകുന്നേരവും സമയം കിട്ടിയാൽ, ഓസ്ട്രേലിയയിലൊക്കെ അറിയാമല്ലോ, നമ്മൾ 2 പേരും ജോലി ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വല്ലതും ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ കിട്ടുന്ന കാശ് മുഴുവൻ ചിലവാകും, ധാരാളം ലോണ്, ഒരുപാട് ചിലവുകളുള്ള രാജ്യമാണ്. വാടക തന്നെ 1 ലക്ഷം രൂപയാണ് വീടിൻ്റെ വാടക. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, ഡോക്ടേഴ്സിനെ പോയി കാണും സമയം കിട്ടുമ്പോഴൊക്കെ. അപ്പോൾ അവരൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ തന്നില്ല, ഒരു 1% ചാൻസേ തന്നുള്ളായിരുന്നു. പിന്നെ എന്നാലും ഞങ്ങൾ ശ്രമിച്ച് കൊടുക്കുക. ഒരു ഡോക്ടർ ഞങ്ങളെ ഏറ്റെടുത്തു, പറഞ്ഞു ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്ന കണക്ക് നിങ്ങൾ ചെയ്യുക അങ്ങനെ പറഞ്ഞ്. അവിടെ മെൽബേണിൽ ഏറ്റവും വലിയ ഒരു റോയൽ വുമൻസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു വലിയ ഹോസ്പിറ്റലുണ്ട്, അത് വേൾഡ് ഫേമസ് ഹോസ്പിറ്റലാണ്. അപ്പം അവിടത്തേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതുപോലൊരു ഹോസ്പിറ്റൽ ഇവിടെ ഡൽഹിയിലുണ്ട്, അവിടെ നമ്മളെ കൊണ്ട് പോകാൻ പറ്റില്ല, അത്ര ചിലവായിരിക്കും. പിന്നെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പിന്നെ ഇതൊക്കെ അധികം കാശ് ചിലവാക്കേണ്ട, മിക്കവാറും എല്ലാം ഫ്രീ ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇസ് ഫ്രീ ഇൻ ഓസ്ട്രേലിയ. സോ അത് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റുകൾ അവർ ചെയ്തു, ഒരുപാട് ടെസ്റ്റുകൾ എന്നോട് ചെയ്യാൻ പറഞ്ഞു, അവളോട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ IVF എന്ന് പറഞ്ഞ ഇതേ ഉള്ളൂ ഫൈനൽ എന്നുള്ള ഇത് വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞു ഒരു ടെസ്റ്റും കൂടെ, അതെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്, MRI ഗൈഡഡ് അൾട്രാസൗണ്ട്. അത് വന്നിട്ട് അവർ വേറെ ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന് പറഞ്ഞയക്കുള്ളൂ. അത് ഭയങ്കര വേദനയാണ്, ഗർഭപാത്രം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അവളവിടെ കടന്ന് പൊട്ടിക്കരയുമായിരുന്നു, അത്ര വേദനയായിരുന്നു. അതും ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പം അവർ പറഞ്ഞു
ഇനിയും IVF മാത്രമേ ഉള്ളൂ സാധ്യത, അത് മാത്രമേ ഉള്ളൂ സാധ്യത എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അതിൽ വലിയ ഇതില്ലായിരുന്നു വെച്ചാൽ ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ ഞായറാഴ്ച ക്രിസ്ത്യാനികളായിരുന്നു, സൺഡേ ഞങ്ങൾ പള്ളിയിൽ പോവും. അപ്പം ഞങ്ങൾ പറഞ്ഞു IVF ആണെങ്കിൽ നമുക്ക് വേണ്ട, ദൈവം നമുക്കൊരു കുഞ്ഞിനെ തന്നാൽ നമുക്കത് മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. IVF എന്ന് പറഞ്ഞൊരു കൃത്രിമ മാർഗമാണ്. അതുകൊണ്ട് ഇവർ സഭയുടെ പ്രബോധനം അനുസരിച്ച് ആ കൃത്രിമ മാർഗത്തിലൂടെയുള്ള ആർട്ടിഫിഷ്യൽ അതൊന്നും വേണ്ട, ദൈവം തന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, നാച്ചുറലായിട്ടുള്ള കുട്ടിയുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ടെന്ന് ഇവർ പറഞ്ഞു. അപ്പോഴാണ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ഒരു ആൻറ്റി ജർമ്മനിയിലുണ്ട്. പുള്ളിക്കാരത്തി എന്നോട് വിളിച്ചു പറഞ്ഞു, നീ എന്നാടാ ഒത്തിരിയൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എന്ത് പറ്റി? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒരു നിരാശയിലാണ്, ഒന്നും നടക്കാൻ പോകണമെന്നുള്ളൊരിത് ഇന്ന് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം, നീ ചെയ്യണം. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാലേ ഉള്ളൂ ഞാൻ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാം, ഇനി ഇത്രയൊക്കെ ചെയ്തെങ്കിൽ പിന്നെ ഇതും കൂടെ ചെയ്തുകൂടെ, എന്നാ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആൻറ്റി പറഞ്ഞു, നിങ്ങൾ ഈ അഭിഷേകാഗ്നി യൂട്യൂബിൽ കാണാൻ പറഞ്ഞു. സത്യം പറയാം, എനിക്ക് അച്ഛനെ പറ്റി ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്, വട്ടായിലെ അച്ഛനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ മെൽബണിൽ വന്നിട്ട് പോലും ഞാൻ പോയില്ല. സോറി അച്ഛാ, മെൽബണിൽ വന്നിട്ട് പോലും ഞാൻ പോയില്ല, ഞങ്ങൾ പോയില്ലായിരുന്നു ഞങ്ങളുടെ തിരക്ക് കാരണം. പക്ഷേ ഞങ്ങൾ ഇത് വിശ്വസിച്ച് ഞങ്ങൾ കാണാൻ തുടങ്ങി. വലിയ ഇതിൽ പ്രതീക്ഷയില്ലേലും ഞങ്ങൾ അത് കാണാൻ തുടങ്ങി. 3-ാമത്തെ ആഴ്ച ഇവള് ഒരു ദിവസം, എനിക്ക് പറയാൻ പറ്റുന്നതിന് എനിക്ക് സങ്കടം വരുന്നു, അവളങ്ങ് ഭയങ്കര ശരീരവേദന എടുത്തപ്പോൾ ഞങ്ങളൊന്നും അതിന് ട്രൈ ചെയ്യുന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വലിയ പ്രതീക്ഷയില്ലാത്ത കാരണം, അതിനെക്കുറിച്ച് ഒരു ചിന്തയേ ഇല്ല, പ്രതീക്ഷിക്കുന്നേ ഇല്ല. കാരണം ഇത്രയും ചെയ്തെല്ലാം കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഇനി എന്താ അങ്ങനെ 3 ആഴ്ച അഭിഷേകത്തിന് കണ്ടിട്ടുള്ളൂ യൂട്യൂബിലൂടെ. പക്ഷെ 3-ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും ഒരു ചേഞ്ച്. പക്ഷെ അച്ഛൻ ഞങ്ങൾ എല്ലാ ദിവസവും അതിന് സമയം ഒതുക്കി കണ്ടു. അഭിഷേകാഗ്നി ഞങ്ങൾ സമയം രാവിലെ കണ്ടില്ലേ വൈകിട്ട് കാണും, വൈകിട്ട് കണ്ടില്ലേ രാവിലെ കാണും, എല്ലാ ദിവസവും 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു. എന്നിട്ട് എനിക്കൊന്നുമില്ല, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് ഡോക്ടറിൻ്റെ പോയി. അവിടെ ഒരു ഇന്ത്യൻ ബോംബെ ഡോക്ടറായിരുന്നു. അപ്പോൾ അവർക്ക് അറിയാം ഞങ്ങൾ ഈ കൊച്ചിൻ്റെ കാര്യത്തിന് വേണ്ടിയുള്ളത്. അപ്പോൾ അവർ ഉടനെ തന്നെ പറഞ്ഞത് നമുക്കൊരു ടെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിരിച്ചു. എന്നാ ടെസ്റ്റാ ഡോക്ടറെ? അവൾക്ക് ശരീരവേദനയാന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചു. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് എടുത്തുകൊണ്ട് ഓടി വന്ന് പറഞ്ഞു, കൺഗ്രാജുലേഷൻ, യു ആർ ഗോയിങ് ടു ഷീസ് പ്രഗ്നന്റ്. മൈ ഗോഡ്, വലിയൊരു അത്ഭുതം. ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു പോസിറ്റീവ്, പോസിറ്റീവ്. അത് ഇവളങ്ങ് പൊട്ടി കരയാൻ തുടങ്ങി. ഒരു അരമണിക്കൂർ കരഞ്ഞിട്ട് പിന്നെ ഡോക്ടറോട് ചോദിച്ചു സന്തോഷത്തിന്റെ കരച്ചിലാണോ? അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെ. അത് മാത്രമല്ല അച്ഛാ, അന്ന് ഞങ്ങൾ വി മെയ്ഡ് എ പ്രോമിസ് ദാറ്റ് ഈ കൊച്ചിനെ ഞങ്ങൾ എപ്പോഴും അഭിഷേകാഗ്നി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കാണിക്കുകയും ചെയ്യും. വി വാണ്ട് ഹിം ടു ബിക്കം എ പ്രീസ്റ്റ്. ഞങ്ങൾ അച്ഛനാക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ശ്രമിക്കും. അത് കാരണം അച്ഛൻ ഒന്ന് കൊച്ചിനെ എടുത്തൊന്ന് ബ്ലെസ് ചെയ്യണം, ഞങ്ങളുടെ അപേക്ഷയാണ്. യാതൊരു മടിയില്ലാതെ ഹല്ലേലൂയ പറയാൻ പറഞ്ഞാ പറയൂ അച്ഛാ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർ തമ്മിൽ വഴക്ക് കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിച്ച് കുറ്റപ്പെടുത്തി പോയിരുന്നെങ്കിലോ, അവർ ദൈവത്തിൻ്റെ ഒരു സമയം അതുവരെ അവർ ഒന്നിച്ചിരുന്നു, അവരൊന്നിച്ച് പ്രാർത്ഥിച്ചു, അവരൊന്നിച്ച് അന്വേഷിച്ചു, അവരൊന്നിച്ച് ആലോചിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ഒരു വഴി അവർക്ക് വേണ്ടി തുറന്നു. സിമ്പിൾ, വചനം കേൾക്കുക. ഓക്കെ. ഒരു ആൻറ്റി ജർമ്മനി എന്ന് പറഞ്ഞു, നീ അഭിഷേകത്തിന് കേട്ടാൽ മതി. അഭിഷേകത്തിന് മെഴുകുതിരി കത്തിച്ച് വെച്ചിരുന്ന അഭിഷേകം നന്നായിട്ട് അങ്ങോട്ട് കൂടി. ദമ്പതികൾ തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള അനൈക്യങ്ങളും മാറിപ്പോകണം, ഹൃദയങ്ങൾ ഐക്യപ്പെടണം. ദൈവം പ്രവർത്തിക്കുന്നവരെ കാത്തിരിക്കണം. ജീവിത പങ്കാളി അല്ല മക്കളെ തരുന്നത്, ദൈവമാണ്. ദൈവത്തിൻ്റെ സമ്മാനമാണ് മക്കൾ.